ഇപ്പോൾ തൃശൂർ DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. ഇപ്പോൾ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. ചികിത്സാ പിഴവ് ആരോപണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. തൃശൂരിലും പ്രതിഷേധം. രാവിലെ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കേറിയത് നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തൃശൂരിലും പ്രതിഷേധം ഉണ്ടാകുന്നത്. വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. തൃശൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. ശ്രീജിത്ത്, ആരോഗ്യമന്ത്രിക്കെതിരെ ഈ ചികിത്സാ പിഴവുകൾക്കെതിരെ തൃശ്ശൂരിലും പ്രതിഷേധം, വിവരങ്ങൾ. തൃശ്ശൂരിൽ അല്പസമയം മുൻപാണ് ഏതാണ്ട് ഒരു 15ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു റീത്തുമായി DMO ഓഫീസിന് പരിസരത്തേക്ക് എത്തിയത്. വൻ പോലീസ് സന്നാഹം. മറ്റുള്ള ജില്ലകളിലെല്ലാം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. സ്വാഭാവികമായി വൻ പോലീസ് സന്നാഹം ഈ DMO ഓഫീസിനകത്തും പുറത്തുമായിട്ടുണ്ടായിരുന്നു. പ്രവർത്തകരെ പോലീസ് ഗേറ്റിൽ തടഞ്ഞു. ശേഷം പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം റോഡിൽ ഈ ഗേറ്റിന് പുറത്ത് കുത്തിയിരിക്കുകയായിരുന്നു. വൻ പോലീസ് സന്നാഹമുണ്ട്. പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ള ആളുകളാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ബലം പ്രയോഗിച്ച് ഇപ്പോൾ അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. എന്തായാലും പ്രതിഷേധ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തുടർന്നും പ്രതിഷേധം തുടരുമെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അവരുടെ പ്രതിഷേധ സംഗമം അടക്കം അവർ വൈകിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വലിയൊരു പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നും നടക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ അടക്കം ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സമരം തുടരുമോ? അതാണ് അവർക്ക് പറയാനുള്ളത്. സമരം തുടരുമെന്നാണ്, ഇനിയും സമരം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിന് ശേഷം പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. സമരം അവസാനിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.